ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത MK രാഘവനെതിരായ ആരോപണത്തിൽ ജില്ലാ കളക്ടറോട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ റിപ്പോർട്ട് തേടിയെന്നുള്ളതാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തേടിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തായാലും MK രാഘവനെതിരെയുള്ള ആരോപണം അന്വേഷിക്കാൻ തന്നെയാണ് ടിക്കാറാം മീണയുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്നത് ഇതിലൂടെ വ്യക്തമാണ്. അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇതെന്നാണ് രാഘവനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. ഒരു ഹിന്ദി ചാനലിന്റെ ഒളിക്യാമറ ഓപ്ഷനിലാണ് കോഴിക്കോട് സ്ഥാനാർത്ഥി MK രാഘവൻ കുടുങ്ങിയത്. തിരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത സംഘത്തോട് പണം കൈമാറാൻ തന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെടാൻ രാഘവൻ ആവശ്യപ്പെടുന്നത് അടക്കമുള്ളവയാണ് ചാനൽ പുറത്തുവിട്ടത്. എന്തായാലും ഇത് UDFനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. കാരണം ആരോപണത്തിന് പിന്നിൽ CPM ആണെന്ന് MK രാഘവൻ ഉൾപ്പെടെ ഉള്ളവർ ഉന്നയിക്കുമ്പോഴും അത് കോഴിക്കോട് പ്രചരണ ആയുധമാക്കാൻ ഉദ്ദേശിച്ചാണ് LDF രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് LDFനും BJPക്കും വീണ് കിട്ടിയ ഒരു അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അവർ വേണ്ടത്ര പ്രചരണം നൽകി ഇതിനെ കൊഴിപ്പിക്കാനുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇരു മുന്നണികളും. ഒരു കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ പ്രതിനിധികളായി രാഘവനെ സമീപിക്കുന്നതും തിരഞ്ഞെടുപ്പിന് 5 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നതുമാണ് സ്വകാര്യ ഹിന്ദി ചാനൽ പുറത്തുവിട്ടത്. പഞ്ചനക്ഷത്ര ഹോട്ടൽ തുടങ്ങാൻ 10 മുതൽ 15 ഏക്കർ സ്ഥലം കോഴിക്കോട് ആവശ്യമുണ്ടെന്നും ഇതിന് സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഓപ്പറേഷൻ. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയ ദിവസം തന്നെ ഒളിക്യാമറ റിപ്പോർട്ട് പുറത്തു വന്നത് UDFനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഊന്നിയായിരുന്നു ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം. കോഴ ആരോപണം വന്നതോടെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഒളിക്യാമറയിൽ കുടുങ്ങിയത് ഉയർത്തിക്കാട്ടി കോഴിക്കോട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് LDF. കോഴ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് രാഘവൻ വ്യക്തമാക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ അത് ബാധിക്കുമോ എന്ന ആശങ്ക UDFലെ നേതാക്കൾക്ക് ഉണ്ട്. എന്തായാലും മണ്ഡലത്തിൽ രാഘവൻ നേടിയ മേൽക്കൈ ഇതോടെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. അതിലൂടെ അവർക്ക് അവിടെ വിജയം നേടാൻ സാധിക്കുമെന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ ദിവസം തന്നെ ഒളിക്യാമറ റിപ്പോർട്ട് പുറത്തു വന്നത് UDFനെ വെട്ടിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.